കേരളത്തിന്റെ കുംഭമേളയായ മഹാമാഘ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സർക്കാർ അനുമതി നിഷേധിച്ചെങ്കിലും നിശ്ചയിച്ച പ്രകാരം തന്നെ പരിപാടിയുമായി മുന്നോട്ട് പോകുമെന്ന് സംഘാടകർ വ്യക്തമാക്കിയതാണ്. ഈ മാസം 18 മുതൽ ഫെബ്രുവരി 3 വരെയാണ് ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായിൽ നാവാമുകുന്ദന്റെ മണ്ണിൽ മാഘ മഹോത്സവം നടക്കാൻ പോകുന്നത്. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. തിരുനാവായിൽ മഹാമാഘ മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. എൻ്റെ തൊട്ടുപുറകിലായിട്ട് നമുക്ക് തിരുനാവായ ക്ഷേത്രം കാണാൻ സാധിക്കും. ആ ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലുമായിട്ടാണ് മഹാമാഘ മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ ഇങ്ങനെ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ക്ഷേത്ര ഭാഗത്ത് പന്തലിൻ്റെയും മറ്റുമൊക്കെ നിർമ്മാണം നടക്കുന്നുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് നമുക്ക് ഒരു ഭാരതപ്പുഴയിൽ മൺതിട്ട കാണാൻ സാധിക്കും. ആ മൺതിട്ട കൃത്യമായിട്ട് തന്നെ അവിടെ അതിൻ്റെ നിർമ്മാണങ്ങൾ അവിടെ പൂർത്തിയാക്കി കഴിഞ്ഞു. 1 മാസത്തോളം നീണ്ടുനിന്ന പ്രവർത്തികളായിരുന്നു. JCB മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അവിടെ മൺതിട്ടയുടെ നിർമ്മാണം നടത്തിയത്. ആ മൺതിട്ടയുടെ നിർമ്മാണം അവിടെ നിർത്തി അവിടേക്ക് ഒരു പാലത്തിലൂടെ കടന്ന് ഈ മൺതിട്ട ഭാഗത്തേക്ക്, അതായത് ഭാരതപ്പുഴയുടെ മധ്യഭാഗത്തേക്ക് കടന്നു ചെല്ലുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ വിശദീകരിച്ചിരുന്നത്. ആ പാലത്തിലൂടെ കടന്ന് മൺതിട്ടയിൽ ചെന്ന് അവിടെ ആയിരിക്കും വിവിധ പരിപാടികൾ, പ്രത്യേകിച്ച് നിള ആരതി ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ചടങ്ങുകളാണെങ്കിലും ഒക്കെ, സ്നാനമാണെങ്കിലും ഒക്കെ ഈ മൺതിട്ടയുടെ ഭാഗത്തായിട്ടായിരിക്കും നടക്കുക എന്നുള്ളതായിരുന്നു ഈ സംഘാടകർ നേരത്തെ അറിയിച്ചിരുന്നത്. സ്നാനം ചെയ്യുന്നതിന് വേണ്ടിയും മറ്റുമൊക്കെ ഉള്ള ഒരുക്കങ്ങൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 19-ാം തീയതിയാണ് ഈ മഹാമാഘ മഹോത്സവത്തിന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ കൊടി ഉയർത്തുക. 16-ന് പ്രായശ്ചിത്ത കർമ്മങ്ങളോടെ പരിപാടികൾക്ക് തുടക്കമാകും. 18-ന് മൗനി അമാവാസിക്ക് പ്രായശ്ചിത്ത കർമ്മങ്ങൾ പൂർത്തിയാക്കും. ഫെബ്രുവരി 3-ന് മകം നക്ഷത്രം വരെയാണ് ഈ മഹാമാഘ മഹോത്സവം നടക്കുന്നത്. പ്രയാഗിലും മറ്റും കുംഭമേളയ്ക്ക് നേതൃത്വം നൽകുന്ന നാഗസന്യാസിമാരുടെ സമൂഹമായ ജുന അഗാഡയാണ് ഈ തിരുനാവായിലെയും പരിപാടികൾക്ക് നേതൃത്വം വഹിക്കുന്നത്. ഏതായാലും നമ്മൾ പ്രയാഗ്രാജിലൊക്കെ കണ്ടതാണ് വലിയ രീതിയിൽ ഭക്തലക്ഷങ്ങൾ ഒഴുകിയെത്തുന്നത്. സമാനമായ രീതിയിൽ തന്നെ ഇവിടേക്കും ഒരുപാട് ആളുകൾ ഒഴുകിയെത്തും എന്നുള്ളതാണ് സംഘാടകരെ സംബന്ധിച്ചിടത്തോളം കണക്ക് കൂട്ടുന്നത്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ തൊട്ട് എൻ്റെ പുറകിലായിട്ടൊരു പാലം നമുക്ക് കാണാൻ സാധിക്കും. ഈ പാലത്തിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് റവന്യൂ വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വന്ന ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ആ പാലത്തിൻ്റെ നിർമ്മാണം തടഞ്ഞത് അത് കൃത്യമായിട്ട് തന്നെ റവന്യൂ വകുപ്പിനെയും അതുപോലെ തന്നെ വിവിധ വകുപ്പുകളെയൊക്കെ ഈ വിവരങ്ങൾ കൃത്യമായി അറിയിച്ചതാണ് ഈ പാലം നിർമ്മിക്കുന്ന കാര്യം. പക്ഷേ എന്നിട്ടും അവർ ബോധപൂർവം ആ ഒരു പരിപാടി ഇത്തരത്തിൽ വിവിധ വകുപ്പുകളിൽ നിന്നൊക്കെ അനുമതി തേടിയിട്ട് പോലും അത് തടസ്സപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായി എന്നുള്ളതാണ് സംഘാടകർ പറയുന്നത്. ഏതായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു അനുകൂല നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അഥവാ അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിലും തങ്ങൾ ഈ പരിപാടിയുമായിട്ട് പൂർവാധിക ഭംഗിയായി പരിപാടി നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അവർ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ നിരവധി ഹോട്ടൽ മുറികളും മറ്റുമൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി വിവിധ ഇടങ്ങളിലെ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ പരിപാടിക്ക് വേണ്ട എല്ലാവിധ ഒരുക്കങ്ങളും അവർ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൂടെ ഒരു അനുകൂല നടപടി ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായി പരിപാടി മാറ്റാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസവും സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അവർ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ദ്രുതഗതിയിൽ തന്നെ ഈ കുംഭമേളയ്ക്ക് തിരുനാവായ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ നിന്നും കാണാൻ കഴിയുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.